ഞാനിപ്പം രേണുസുധിയുടെയും അവരുടെ അച്ഛൻ്റെയും ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് അവർ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അവർക്ക് ആ വീടിനകത്ത് എവിടെയും ആണി അടിക്കാൻ പറ്റത്തില്ലെന്ന്. ആണി അടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ അതിനകത്തെ പൊടിയും ജിപ്സും എല്ലാം കൂടെ പോരുമെന്ന് പറയുന്നു. അതായത് നമ്മൾ പുതിയതായിട്ടൊരു വീട് പണിത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കാരണവശാലും നമ്മൾ ആണി അടിക്കരുത്. അത് എവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളോട് വീട് പണിതിട്ട് പോകുമ്പം ആൾക്കാർ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി തരും. ഒരു കാരണവശാലും നമ്മൾ ആണി തൂക്കരുത്, ആണി അടിക്കരുത്. അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്താണ് നമ്മൾ എല്ലാ സാധനവും അവിടെ തൂക്കുന്നത്. പക്ഷേ ഇവർക്കത് അറിയാൻ വയ്യാഞ്ഞിട്ട് ഇവരുടെ അജ്ഞതയായിരിക്കും, അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ ഇൻ്റർവ്യൂ വന്ന് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിനും അത് അറിയാത്തതുകൊണ്ടായിരിക്കും അവരത് തിരുത്തി കൊടുക്കുന്നുമില്ല. അങ്ങനെ ഒരു വീട്ടിലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളൊരു വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിനകത്ത് ഞങ്ങളുടെ വീടിൻ്റെ കബോർഡിൻ്റെ ഗ്ലാസ് മൊത്തം താഴെ വീണു പോയി. അതുപോലെ തന്നെ വാഷ് ബേസിൻ താഴെ വീണിട്ടുണ്ട്. ഫാനൊക്കെ ശരിയാകാൻ പ്ലംബിങ്ങും വയറിങ്ങും എല്ലാം മോശമുണ്ട്. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്ത് അത് വീണ്ടും എല്ലാം മെയിൻറ്റെയിൻ ചെയ്താക്കിക്കൊണ്ട് പോവുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീടിനകത്ത് പണി വരും. പിന്നെയും നമ്മളിങ്ങനെ ചെയ്യുക, അല്ലാതെ രക്ഷയില്ല.